മിനിമം 12,000 രൂപ സാലറി ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് സിജു ബാലൻ. ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ലോൺ കിട്ടുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മിനിമം 15,000 രൂപ 20,000 രൂപയൊക്കെ സാലറി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ലോൺ എലിജിബിലിറ്റി ഉണ്ടാവുകയും ലോൺ ലഭിക്കുകയും ചെയ്യുന്നത്. എന്നാൽ മിനിമം 12,000 നെറ്റ് സാലറി, നിങ്ങൾ അക്കൗണ്ടിൽ കയറുന്ന സാലറി 12,000 രൂപയാണെന്നുണ്ടെങ്കിൽ ലോൺ ലഭിക്കുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് വി റൈസ് എന്ന് പറയുന്നത്. ഇതൊരു ബാംഗ്ലൂർ ബേസ്ഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. RBI അപ്രൂവ്ഡ് ആണിത്. അപ്പോൾ ഇവിടെ നിന്ന് ലോൺ എടുക്കുന്നതിന് എന്തൊക്കെ എലിജിബിലിറ്റിയാണ് നോക്കുന്നത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, ഇതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, എത്ര വർഷത്തെ ടെന്യൂർ ഉണ്ട് എന്നതിനെ പറ്റി മുഴുവനായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അതുപോലെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത് താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ബാംഗ്ലൂർ ബേസ്ഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. മിനിമം 12,000 രൂപ നെറ്റ് സാലറി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്ഥാപനം ലോൺ കൊടുക്കുന്നത് 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് പേഴ്സണൽ ലോൺ കൊടുക്കുന്നത്. മിനിമം സാലറി 12,000 രൂപ മുതലാണ്. 12,000 രൂപ മുതൽ സാലറി ഉള്ള വ്യക്തികൾക്ക് നമുക്കിവിടെ ലോണിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 12 മാസം മുതൽ 36 മാസം വരെയാണ് ഇവിടെ ടെന്യൂർ വരുന്നത്. തിരിച്ചടവ് കാലാവധി 12 മാസം മുതൽ 36 മാസം വരെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ലോൺ ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് ആധാർ കാർഡ്, പാൻ കാർഡ്, ലേറ്റസ്റ്റ് 1 ഇയർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ സാലറി ക്രെഡിറ്റ് ആവുന്ന അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. ലാസ്റ്റ് മന്ത് സാലറി സ്ലിപ്പ്, ലേറ്റസ്റ്റ് മന്ത് ഒരു സാലറി സ്ലിപ്പാണ് വേണ്ടത്. ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോൺ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം 1 വർഷത്തെ ജോബ് വിൻറ്റേജ് നിങ്ങൾക്ക് നിലവിലെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ലോൺ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അടുത്തത് കമ്പനി ടൈപ്പാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏതൊക്കെ കമ്പനിയിലുള്ള വ്യക്തികൾക്കാണ് ലോൺ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുള്ള വ്യക്തികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പബ്ലിക് സെക്ടറിലുള്ള വ്യക്തികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഗവൺമെൻറ് എംപ്ലോയീസിന് ലോൺ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പാർട്ണർഷിപ്പ്, പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമുകൾ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇവിടെ ലോൺ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ നോക്കുന്ന മറ്റൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് EMI നിങ്ങളുടെ സാലറിയുടെ 50% താഴെയായിരിക്കും. ഇപ്പോൾ 12,000 രൂപ നിങ്ങൾക്ക് നെറ്റ് സാലറി വരുന്നുണ്ടെങ്കിൽ 6,000 താഴെയായിരിക്കണം നിങ്ങളുടെ നിലവിലെ EMI പോകാനുള്ളത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ലോണിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് നിങ്ങളുടെ സാലറിയുടെ 5 മടങ്ങിൽ കൂടുതൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇപ്പോൾ 12,000 രൂപ നെറ്റ് സാലറി ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ 60,000 കൂടുതലാകരുത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട്. അതുപോലെ ഇവിടെ ലോൺ അപേക്ഷിക്കാനായിട്ട് മിനിമം 21 വയസ്സുണ്ടായിരിക്കണം. 21 വയസ്സ് മുതൽ 55 വയസ്സുള്ള വ്യക്തികൾക്കാണ് ഇവിടെ ലോൺ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സാലറിയുടെ PF കമ്പൾസറിയാണ്. ഇപ്പോൾ 12,000 രൂപയ്ക്കാണ് സാലറി വരുന്നുണ്ടെങ്കിൽ PF മാൻഡേറ്ററി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ലോണിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എലിജിബിലിറ്റി ഉള്ള വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ലോൺ എടുക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഞാൻ ഒന്നുകൂടി പറയാം. ആധാർ കാർഡ്, പാൻ കാർഡ്, ലേറ്റസ്റ്റ് 1 ഇയർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് മന്ത് സാലറി സ്ലിപ്പ്, നിങ്ങളുടെ സാലറി കൂടെ PF ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതുണ്ടെങ്കിൽ നമുക്ക് ലോൺ അപേക്ഷിക്കാവുന്ന. നിങ്ങളുടെ സാലറിയുടെ 50% താഴെയാണ് നിലവിലെ EMI. പ്രീവിയസ് ലോണുകളിൽ ഡീഫോൾട്ട് ഉണ്ടായിരിക്കാൻ പാടില്ല, ഡിലേ പേയ്മെൻറ്റ് ഒന്നും വരാൻ പാടില്ല എന്നത് കൂടി ഓർത്ത് വയ്ക്കുക. ഇത്രയും എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ലോൺ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ലോൺ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് മുഖേന നിങ്ങൾ ലോൺ അപേക്ഷിക്കാൻ സാധിക്കും. ഈ ലിങ്ക് മുഖേന അപേക്ഷിച്ചാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എനിക്ക് ലഭിക്കുന്നതായിരിക്കും. എനിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മറ്റ് ലോൺ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ലോണുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോം ലോൺ, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, വെഹിക്കിൾ ലോൺ, വെഹിക്കിൾ റീഫിനാൻസ് എന്നീ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അക്കൗണ്ട് ത്രൂ സാലറി ഉള്ള വ്യക്തികൾക്കൊക്കെ വെഹിക്കിൾ റീഫിനാൻസ് ചെയ്യാൻ പറ്റും. ഒരു കാർ 2015 ശേഷം കാർ ഉണ്ടെങ്കിൽ, ഓണേഴ്സ് കാർ ഉണ്ടെങ്കിൽ നമുക്ക് അത് റീഫിനാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിന് അത്യാവശ്യം സിബിൽ സ്കോർ മാത്രം മതി, വേറെ ഡോക്യുമെൻ്റ് ഒന്നും ആവശ്യമായി വരുന്നില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലോണാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ലോണുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ലോൺ ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.